പ്രത്യേകിച്ച് വിജയ് ആരാധകരെ സംബന്ധിച്ചത് ഒരു ഇമോഷണൽ മൂമെന്റ് ആണ്. അദ്ദേഹത്തിന് ഇനി സ്ക്രീനിൽ കാണാൻ പറ്റില്ല, കാണാൻ പറ്റുമെങ്കിൽ അപ്പൊ തമിഴ് സിനിമാ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒന്നിക്ക് സൗത്ത് ഇന്ത്യ സിനിമാ ചരിത്രത്തിൽ തമിഴിനെ തന്നെ നമുക്ക് എടുത്തു പറയാം. ഒരു എംജിആറിന് ശേഷം ഒരു നടന്റെ പേര് മുഖ്യമന്ത്രി ആയിട്ടുള്ള ഒരു ടൈറ്റിൽ കാർഡോട് കൂടിയിട്ട് ഒരു സിനിമ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ആവാന്നുള്ള സംഗതി ഭയങ്കര അൺഎക്സ്പെക്റ്റഡും ആണ്, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതും ഒരു 7 മാസത്തെ നിയമ പോരാട്ടങ്ങൾക്കും രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഒടുവിലാണ് ഈ സിനിമ റിലീസ് ആവുന്നത്. അത് പോയ ആള് തിരിച്ചു വന്നത് അതെ അതെ ചില്ലറക്കാരനായിട്ടല്ല വന്നത്. അപ്പോ സിനിമ തിരിച്ചു വന്നത് ഇപ്പോ സെൻസർഷിപ്പും കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് എ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടാണ്. അത് പറയുന്ന സമയത്ത് വിജയുടെ സിനിമ എന്ന് പറയുമ്പോ കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട്. ഇപ്രാവശ്യം എച്ച് വിനോദ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുള്ളി മിസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വിജയ് മിസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളെയും ഫാമിലീസിനായിരിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്റെ ഒപ്പീനിയനിൽ ഇന്ത്യയിൽ അങ്ങനെ അല്ല. ഇന്ത്യയിൽ നമ്മൾ ഒരിക്കലും സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടുള്ള സിനിമ കാണാറില്ല. അല്ല എന്ന് വെച്ചാൽ നമ്മൾ കണ്ട പഴയ നമുക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പല സിനിമകളും എ സർട്ടിഫിക്കറ്റ് സിനിമകളാണ്. അതിപ്പോ നമുക്ക് പല സിനിമകളും നമ്മൾ ഇപ്പൊ കാണുമ്പോഴൊക്കെ ആദ്യം സർട്ടിഫിക്കറ്റ്. ഇപ്പൊ നമ്മൾ വിജയുടെ കാര്യത്തിന് പറഞ്ഞപ്പോ ഭഗവതി പുള്ളിയുടെ മുമ്പത്തെ എ സർട്ടിഫിക്കറ്റ് ഒന്ന് പടമായിരുന്നു. ഇനിയിപ്പോ അതിലൊന്നും കാര്യമില്ല. ലിയോ യുവ ആയിരുന്നു, ഏതാ വയലന്റ് കാര്യമില്ല. എടുത്തു പറയാനുള്ള അടുത്ത കാര്യം കാസ്റ്റ് ആണ്. പിന്നെ വിജയ് കഴിഞ്ഞ അമിതാഭ് ബച്ചനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അമിതാഭ് ബച്ചൻ ഇപ്പൊ ഒരു ഭാഗ്യ നക്ഷത്രമായിട്ട് നിൽക്കുന്ന പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സൂര്യയുടെ സിനിമയുടെ സെക്കൻഡ് സിംഗിൾ വന്നിട്ട് ഈ സിനിമയുടെ റിലീസും നിവിന്റെ സിനിമയുടെ ഒപ്പമുള്ള വന്നു നോക്കുമ്പോ എന്താ പറയാ ഒരു റൗണ്ട് ചെയ്തിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഇത് 23, അടുത്ത മാസം 14, അടുത്ത മാസം 21 അടുപ്പിച്ച സിനിമ. അത് പല ഭാഷകളിലായിട്ട് ഒരു സൗത്ത് ഇന്ത്യത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് നടിയായിട്ട് മാറിയിട്ടുണ്ട് പുള്ളിക്കാരി. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അമിതാഭ് ബച്ചൻ കഴിഞ്ഞ പൂജ ഹെഗ്ഡെ, ബോബി ഡിയോള് എന്താ വെച്ചാൽ ബോബി ഡിയോളിന് ഒരു ക്യാരക്ടറിന്റെ മായത്തിന് നമ്മൾ ആ ട്രെയിലറിൽ കണ്ടത്. അത് വേറൊരു തരത്തിൽ റീസെന്റ് ഒരു പോസ്റ്റർ വന്നപ്പോ തന്നെ ഭയങ്കര രസമാണ്. അതെന്ന് വെച്ചാൽ അതിലത്തെ വില്ലൻ ഡൗൺ ആയതിന്റെ ഇപ്പൊ പക്ഷെ ബോബി ഡിയോളിനെ ഇവിടെ അവതരിപ്പിക്കുമ്പോ അങ്ങനെ ഒരു സാധനം വേണം. അതേ സംഭവം. പിന്നെ അതുപോലെ തന്നെ പൊളിറ്റിക്സ് വില്ലനായിട്ട് പ്രകാശ് രാജ്. അതേമാതിരി ഇപ്പൊ സിനിമയിലെ അതർ കാസ്റ്റ് പറയുമ്പോ ഗൗതം മേനോൻ. ഭയങ്കര വെയിറ്റിംഗ് ആണ്. അപ്പൊ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാസ്റ്റ് ഉണ്ട്. അത് ഒറിജിനൽ നമ്മൾ ഭഗവൻ കേസായിട്ട് ഇത് ഒരു അൺഒഫീഷ്യൽ റീമേക്ക് ആയിട്ടാണ്. ഒഫീഷ്യലായിട്ട് നമുക്ക് പറയാൻ ട്രെയിലർ ടു ട്രെയിലർ കണ്ടാൽ അതിലുള്ള ഇത് കാണുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സീൻ ബൈ സീൻ അതേമാതിരി അല്ല. ഇപ്പൊ പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തൊരു സംഭവമാണ്. വിജയുടെ ലാസ്റ്റ് സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് എച്ച് വിനോദ് ആവും ഡയറക്ടർ എന്ന് വിജയുടെ ആരാധകർ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ആ ലിസ്റ്റിൽ കുറെ പേര് നിൽക്കുന്നുണ്ടായിരുന്നു. എച്ച് വിനോദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം റീമേക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളല്ല. ക്രിയേറ്റീവായിട്ട് ഒരുപാട് നല്ല വർക്കുകൾ ചെയ്യുന്ന ആളാണ്. അപ്പൊ എച്ച് വിനോദിന്റെ രാഷ്ട്രീയം പക്ഷെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് പൊളിറ്റിക്കലി നന്നായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ ഭഗവൻ കേസരിക്കും ജനനായകനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന്റെ റൈറ്റിംഗിലും ക്രിയേറ്റീവായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയറക്ടിങ്ങിലും ആയിരിക്കും. KVN ആണ് സിനിമയുടെ പ്രൊഡക്ഷൻ. ഇപ്പൊ റീസെന്റ് നമ്മുടെ മലയാളത്തിൽ ഇറങ്ങിയ സിനിമയായിരുന്നു. ആ സിനിമ കാരണം ഈ പ്രൊഡക്ഷൻ ഹൗസ് ഭയങ്കര ഇന്റർനാഷണലി അറിയപ്പെട്ടു. പക്ഷെ നമുക്ക് ഇതിനും പോയി നോക്കുകയാണെങ്കിൽ അവരെ KD ദി ഡെവിൽ എന്ന് പറഞ്ഞ പടം അത്ര നന്നായിട്ട് പോയില്ല. ആ സിനിമക്കും ജനനായകനും ഒരേ ഇഷ്യൂ ആണ് ഉണ്ടായത്, സെൻസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ. 2 സിനിമക്കും സെൻസർ കൊടുക്കാണ്ട് വളരെ ലാഗായി. ആ സിനിമ റീസെന്റ് റിലീസായത്. ഇപ്പൊ ജനനായകന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 7 മാസം ഗ്യാപ്പ് വന്നു. അതുപോലെ തന്നെ അവരെ റിലീസ് ആവുള്ള ടോക്സിക് എന്ന് പറഞ്ഞ സിനിമ, അത് എന്തായാലും ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്ന് ഉറപ്പാണ്. പക്ഷെ ആ സിനിമയ്ക്കും നമുക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ റിലീസ് ആവേണ്ട പടമായിരുന്നു. അതിനുശേഷം മാർച്ചിലേക്ക് ഡേറ്റ് വന്നു, ഇപ്പൊ ആഗസ്റ്റിലേക്ക് ഡേറ്റ് വന്നിട്ടുള്ളത്. ഒരുപാട് ഇഷ്യൂസിൽ കൂടെയാണ് ഇപ്പോൾ പ്രൊഡക്ഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും അവർക്ക് എന്തൊക്കെ പറ്റി കഴിഞ്ഞാലും ഈ സിനിമ അവർക്ക് നല്ല ലാഭം കിട്ടുന്ന സിനിമ ആയിരിക്കട്ടെ. അനിരുദ്ധ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും പെർഫെക്റ്റ് ആവാൻ വേറെ ആരും വേണ്ട. ഇപ്പൊ അനിരുദ്ധിന്റെ എറാന്ന് തന്നെ നമുക്കറിയാം. ഒരു ഗോഡ് ലെവൽ മ്യൂസിക്കാണ് അദ്ദേഹം ഓരോ പടത്തിനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിജയും അനിരുദ്ധും തമ്മിലുള്ള 5ാമത്തെ കൊളാബറേഷൻ ആണത്. കത്തി ആവട്ടെ, അതിനുശേഷം വന്ന ബീസ്റ്റ്, മാസ്റ്റർ ആവട്ടെ, ഇപ്പോൾ ലാസ്റ്റ് വന്ന ലിയോ വരയ്ക്കും അദ്ദേഹത്തിന്റെ ആൽബങ്ങൾ വിജയനായിട്ട് വരുമ്പോൾ വളരെ നന്നാവുന്നുണ്ട്, വളരെ സക്സസ് ആവുന്നുണ്ട്. ഇപ്പോഴും കത്തിയുടെ OST ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അനിരുദ്ധ ഇതിലിപ്പോ ചാർട്ട് ബസ്റ്റർ ആയിട്ട് 2-3 പാട്ടുകൾ വന്നു. 4th സിംഗിൾ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാ പാട്ടുകളും നല്ലതാണ്. അപ്പൊ സിനിമയെ സംബന്ധിച്ചിടത്തോളം മ്യൂസിക് ഭയങ്കര ഉഷാറാണ്. സത്യൻ സൂര്യൻ, PC ശ്രീറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ലെജൻഡറി ക്യാമറമാന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ പുള്ളി
ഓൾറെഡി എച്ച് വിനോദിന്റെ കൂടെ തീരനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. തീരനിൽ വർക്ക് ചെയ്ത പോലെ തന്നെ വിജയുടെ കൂടെ മാസ്റ്ററിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ഒരുപാട് കാലത്തിന് ശേഷം വിജയനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് കണ്ടൊരു സിനിമയായിരുന്നു മാസ്റ്റർ. അതിൽ ഫ്രെയിംസ് വെച്ചിട്ടുള്ള ആളാണ് സത്യൻ സൂര്യൻ. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഡയറക്ടർക്ക് വേണ്ടിയിരുന്നത് ഒരുപാട് റിയൽ ലൊക്കേഷൻസിൽ പോയിട്ട് ഷൂട്ട് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ടുള്ള നിർബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ വിജയനെ പോലത്തെ ഒരു വലിയ സ്റ്റാറിനെ വെച്ചിട്ട് അത്രയും റിയൽ ലൊക്കേഷൻസിൽ പോയി ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കാരണം സെറ്റാണ് അധികം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സെറ്റും അതുപോലെ തന്നെ ഒരു CG വർക്കുകളും അത്യാവശ്യം സിനിമയിൽ ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സത്യൻ സൂര്യൻ യൂസ് ചെയ്തിട്ടുള്ള കളർ പാലറ്റുകൾ ഈ സിനിമയിൽ ഓരോ സീൻസിനും അതിന്റെ മൂഡിനനുസരിച്ചിട്ടുള്ള കളർ പാലറ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വിജയ് സിനിമയിൽ സോങ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫൈറ്റ് എന്ന് പറയുന്നത്. പുള്ളിയുടെ പടം നമ്മൾ കാണാൻ പോകണത് തന്നെ അടി കാണാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ സിനിമയുടെ ഫൈറ്റ് മാസ്റ്റർ അൻലറസ് ആണ്. പുള്ളിയുടെ കാര്യം നോക്കുമ്പോൾ റീസെന്റ് ഇപ്പോൾ 72ാമത്തെ നാഷണൽ അവാർഡിന് പുള്ളിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് മഹാരാജയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ വിജയുമായിട്ട് തന്നെ പുള്ളി മുമ്പത്തെ വർക്ക്സും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിഗില്, കത്തി, മെറസൽ. ഇതിൽ കത്തി, മെറസൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇപ്പൊ ബൈരവനൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമത്തെ കാര്യം നോക്കുമ്പോൾ ഇന്നത്തെ ട്രെയിലറിൽ കാണിച്ചു കൊടുത്തോളം ഇപ്പൊ നമ്മൾ ഇൻട്രോ ഫൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻട്രൽ ഫൈറ്റ് പറഞ്ഞാൽ നമ്മുടെ ജയിലുള്ള ഫൈറ്റ്, അതുപോലെ തന്നെ ഇൻട്രൽ ഫൈറ്റ്, ഇതൊക്കെ വളരെ രസകരമായിട്ട് തന്നെയാണ് ട്രെയിലറിലും കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ റീസെന്റ് ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്ലിംസ് ആക്ഷൻ സീക്വൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പോരാത്തിന് സിനിമ ഒരു സർട്ടിഫിക്കറ്റ് പടം കൂടിയാണ്. അപ്പൊ എന്തായാലും ചോര തെറിക്കണ അടി നമുക്ക് കാണാം. പ്രദീപ് ഇ രാഘവ്, ആ പേര് പറയുമ്പോൾ തന്നെ ഓർമ്മ വരുന്നത് പ്രദീപ് രംഗനാഥന്റെ കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഡയറക്ട് ചെയ്ത കോമാളി മുതൽ പുള്ളി ഇപ്പൊ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന എന്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ വരെ പ്രദീപാണ് എഡിറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ എഡിറ്റർ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു എച്ച് വിനോദിന്റെ ഫാൻ ബോയ് ആണ്. പുള്ളി തീരനാണെങ്കിലും അതുപോലെ തന്നെ സതുരംഗവേട്ട ആണെങ്കിലും ഈ രണ്ട് സിനിമയുടെ മാരക ഫാൻ ബോയ് ആണ്. ഈ രണ്ട് സിനിമകളും റീവാച്ച് ചെയ്തതിന് ശേഷം അയാളുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് അങ്ങോട്ട് വിളിച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിട്ട് ഈ അവസാനം ഇപ്പൊ വന്ന് നിൽക്കുന്നത് ജനനായകൻ. പുള്ളിയുടെ ഇനി അടുത്തതായിട്ട് വരാനുള്ള ഏറ്റവും വലിയ പ്രൊജക്ട് എന്ന് പറയുന്നത് ധർമ്മൻ തലൈവരുടെ പടം അശ്വത്തിന്റെ ആയിട്ടുള്ളത്. സിനിമയെ പറ്റി പ്രധാനമായിട്ടുള്ള സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്ട് ഓഫ് ദി റിസൾട്ട്സ്. ഈ സിനിമ നമുക്ക് ഇയാളെ അവസാനമായിട്ട് കാണാൻ പറ്റുന്ന, ഓൺ സ്ക്രീനിൽ ഇയാളെ അവസാനമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ അത് ഇയാളെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, സിനിമാ പ്രേമികളൊക്കെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിജയ് ആരാധകരെ സംബന്ധിച്ചത് ഒരു ഇമോഷണൽ മൂമെന്റ് ആണ്. അദ്ദേഹത്തിന് ഇനി സ്ക്രീനിൽ കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമെങ്കിൽ തന്നെ ഈ ബർത്ത്ഡേ ഒക്കെ വരുന്ന കാണാൻ പറ്റുന്നല്ലാണ്ട് ഇനി ഇയാളൊരു സിനിമയിൽ അഭിനയിക്കാവുന്ന കാര്യം ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പൊ ആ സിനിമ ലാസ്റ്റ് കാണുന്നതിന്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ഇപ്പൊ അഡീഷണൽ ആയിട്ട് പറഞ്ഞ 40 സെക്കൻഡ് അതിപ്പോ ഒരു ട്രിബ്യൂട്ട് ആയിട്ടുള്ള ഒരു സംഗതിയാണോ അല്ലെങ്കിൽ അത് ടൈറ്റിൽ കാർഡ് ചേർത്താണോ എന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതും കൂടി ആയിട്ട് നമ്മൾ സീമിനായിട്ടുള്ള ഒരു ട്രിബ്യൂട്ട് ആവുന്ന കേൾക്കുന്നത്. അപ്പൊ ഒരു അവസാനമായിട്ട് വിജയ് സിനിമ ഓൺ സ്ക്രീൻ കണ്ടിട്ട് അതിന്റെ ഒരു വീട്ടിൽ ഇറങ്ങി പോരുക എന്നുള്ളതാണ് പ്രധാനം. ഇതില് മെയിൻ ആയിട്ട് നമ്മൾ ലോജിക്ക് നോക്കിയാൽ നമുക്കറിയാം ഓൾറെഡി ഏത് പടത്തിലുള്ള നമുക്കറിയാം. അപ്പൊ ഇങ്ങനെ പറയാൻ പാടുണ്ടെന്ന് അറിയില്ല. ഇത് വേണ്ടൊരു വന്ന് കണ്ടാൽ മതി. അയാളെ കാണാൻ ആഗ്രഹമുള്ളവര് വരിക. അങ്ങനെയാണ് ഇത് മറ്റോതാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ലാസ്റ്റ് വന്ന സോങ്ങിലത്തെ ഒരു പോർഷൻ ഉണ്ടല്ലോ, നീയാ പോകസ് എന്നാലും പോകാൻ മാട്ടേനെ പറഞ്ഞ ഇതാണ് ഫാൻസിന്റെ അവസ്ഥ. അതായത് പൂവ കാണുക, ആഘോഷിക്കുക, വരിക, മനസ്സ് നിറച്ച. അത് പടത്തിന്റെ റിസൾട്ട് എന്തോ ആയിക്കോട്ടെ, പൂവ കാണുക, അയാളിനി കാണാൻ പറ്റില്ല. അപ്പൊ അത് ആസ്വദിക്കുക, പൂരത്ര.